Hi students, welcome back to Plus 2 Political Science tutorial, and this is Sabin Joseph. Today we are discussing about the remaining portions of the chapter 3. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ അവസാനത്തെ 4-5 ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് മേജർ ഔട്ട്കംസ്, അതായത് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ വന്നതിന് ശേഷം അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു. അതിൽ പ്രധാനമായിട്ടും 3-4 കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ഫസ്റ്റ് വൺ ഈസ് ഫൗണ്ടേഷൻസ്, then land reforms, then third one the green revolution, and last one the later developments. നമുക്കിനി ഈ ഭാഗത്തിൻ്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് പോകാം. So major outcomes of the 3 objectives that were identified in independent India discussed in the first 3 chapters here, the third objective proved most difficult to realize. അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററുകളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇതിലെ മൂന്നാമത്തെ ലക്ഷ്യമായ സർവരുടെയും ക്ഷേമത്തിനുള്ള സാമ്പത്തിക വികസനം കൈവരിക്കൽ എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒന്നായിരുന്നു. ആസൂത്രകൾ വിഭാവനം ചെയ്ത പല സാമ്പത്തിക പരിഷ്കാരങ്ങളും ലക്ഷ്യം നേടുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം 3 വെല്ലുവിളികളിൽ മൂന്നാമത്തെ വെല്ലുവിളിയാണ് ഈ ആസൂത്രണത്തിലൂടെ പരിഹരിക്കുവാനായി നമ്മുടെ രാജ്യം ശ്രമിച്ചത്. പക്ഷേ പല വെല്ലുവിളികളിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ഇതിനെ നല്ല ഒരു രീതിയിലുള്ള നേട്ടം എടുക്കാനായിട്ട് ഇതിന് സാധിച്ചില്ല. Land reforms did not take place effectively in most parts of the country. Political power remained in the hands of landlording classes, and big industrialists continued to benefit and thrive while poverty did not reduce much. അതായത് രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഭൂപരിഷ്കാരങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുവാനായി സാധിച്ചില്ല. അതായത് ഭൂമി ഇല്ലാത്തവനും കൂടി ഭൂമി കൊടുക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ വന്നെങ്കിലും അതിനെ കൃത്യമായി നടപ്പാക്കാനായിട്ട് സാധിച്ചില്ല. രാഷ്ട്രീയ അധികാരവും ഈ പറയുന്ന വൻകിട ഭൂ ഉടമകളുടെ കയ്യിൽ തന്നെയാണ് അവശേഷിച്ചത്. വൻകിട വ്യവസായങ്ങൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി, എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു മാറ്റവും ഉണ്ടായില്ല. The early initiatives for planned development were at best realizing the goals of economic development of the country and well-being of its citizens. The inability to take significant steps in this direction in the very first stage was to become a political problem. Those who benefited from unequal development soon became politically powerful and made it even more difficult to move in the desired direction. അതായത് മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ ആസൂത്രണ വികസനത്തിനായുള്ള, അതായത് പ്ലാൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ആദ്യകാല സംരംഭങ്ങളുടെ ലക്ഷ്യം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും പൗരന്മാരുടെ ക്ഷേമവും ആയിരുന്നു. എന്നാൽ ഈ ദിശയിലേക്കുള്ള ഗവൺമെന്റിന്റെ ആദ്യ ചുവടുവയ്പ്പുകൾ പലതും പിഴച്ചു പോവുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ആസൂത്രണം സമത്വമില്ലാത്ത വികസനമാണ് കൊണ്ടുവന്നത്. അതായത് അവിടെ ഒരു സമത്വം ഇക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ആസൂത്രണത്തിന്റെ നേട്ടങ്ങൾ ചിലർക്ക് മാത്രമാണ് ലഭിച്ചത്. നേട്ടമുണ്ടാക്കിയവർ താമസിയാതെ രാഷ്ട്രീയപരമായി കരുത്താർജിക്കുകയും ചെയ്തു. ഇത് പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് വളരെ തടസ്സമായി തീർന്നു. അതായത് ആസൂത്രണം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുകയും പണമുള്ളവനെ വീണ്ടും പണക്കാരനാക്കുകയും അനുഭവിക്കുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് പണമുള്ളവനെ രാഷ്ട്രീയക്കാരനാക്കി മാറ്റുന്നതിനും കാരണമായി. So the next area is foundations. An assessment of the outcomes of this early phase of planned development must begin by acknowledging the fact that in this period
the foundations of India's future economic growth were laid. Some of the largest developmental projects in India's history were undertaken during this period. These included mega dams like Bakranangal and Hirakund for irrigation and power generation. അതായത് ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയിട്ടത് ആസൂത്രിത വികസനത്തിന്റെ പ്രാരംഭഘട്ടമാണ്, അതായത് ആദ്യത്തെ ഘട്ടമാണ്. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചില വികസന പദ്ധതികൾ ഇക്കാലത്ത് നടപ്പാക്കപ്പെട്ടു. ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമായി വലിയ അണക്കെട്ടുകൾ ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു. ഫക്രാനങ്ങൾ, ഹീരാക്കുണ്ട് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. Some of the heavy industries in the public sector, steel plants, oil refineries, manufacturing units, defense production, etc. were started during this period. അതായത് പൊതുമേഖലയിലെ ഖനവ്യവസായങ്ങളായ ഇരുമ്പുരുക്ക് ശാലകൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, നിർമ്മാണ യൂണിറ്റുകൾ, പ്രതിരോധ ആയുധ നിർമ്മാണം തുടങ്ങിയവ ആരംഭിച്ചത് ഈ കാലത്താണ്. ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വാസ് ഇംപ്രൂവ്ഡ് സബ്സ്റ്റാൻഷ്യലി. ഓഫ് ലൈറ്റ് സം ഓഫ് ദീസ് മെഗാ പ്രോജക്ട്സ് ഹാവ് കം ഇൻ ഫോർ എ ലോട്ട് ഓഫ് ക്രിറ്റിസിസം. അതായത് ഗതാഗതം, വാർത്താവിനിമയം എന്നിവയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളിലും ഗണ്യമായ പുരോഗതി ഈ കാലത്ത് കൈവരിക്കുകയുണ്ടായി. Yet much of the later economic growth, including that by the private sector, may not have been possible in the absence of these foundations. അതായത് ഈ നമ്മൾ മുമ്പായി പറഞ്ഞ വൻകിട പദ്ധതികളിൽ ചിലത് പിന്നീടുള്ള കാലത്ത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ശക്തമായ ഈ അടിത്തറ ഇല്ലായിരുന്നുവെങ്കിൽ പിൽക്കാലത്തുണ്ടായ സാമ്പത്തിക വളർച്ച കൈവരിക്കുവാൻ രാജ്യത്തിന് സാധിക്കുമായിരുന്നില്ല. അതായത് പിഴവുകൾ ഉണ്ടായിരുന്നു, വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് പിന്നീടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ രാജ്യത്തിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. ആസൂത്രിത വികസനം കെട്ടിപ്പടുത്ത ശക്തമായ അടിത്തറയിലാണ് സ്വകാര്യ മേഖല ഉൾപ്പെടെയുള്ള എല്ലാ രംഗങ്ങളിലും പിന്നീട് സാമ്പത്തിക പുരോഗതി ഉണ്ടായത്. സോ ലാൻഡ് റിഫോംസ്, അതായത് ഭൂപരിഷ്കാരങ്ങൾ. ഭൂപരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ മണ്ണ് അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത് ഏതാനും ചില ആൾക്കാരുടെ മാത്രം കയ്യിലായിരുന്നു. നമ്മൾ അവരെ സെമീന്ദാരി അല്ലെങ്കിൽ പ്രഭുക്കന്മാരെന്നോ ഭൂ ഉടമകളെന്നോ ഒക്കെ വിളിച്ചു. അവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരെ ഇവരെ ആശ്രയിച്ച് വളരെ തുച്ഛമായ വേതനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വളരെ തുച്ഛമായ സൗജന്യങ്ങൾക്ക് വേണ്ടിയോ ഇവരുടെ സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നവരായിരുന്നു ഇന്ത്യയിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. സോ ഇൻ ദ അഗ്രേറിയൻ സെക്ടർ ദിസ് പീരിയഡ് വിറ്റ്നസ്ഡ് എ സീരിയസ് അറ്റംപ്റ്റ് അറ്റ് land reforms. Perhaps the most significant and successful of these was the abolition of colonial system of zamindari. അതായത് കാർഷിക മേഖലയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പാക്കുവാനുള്ള ഗൗരവമായ പരിശ്രമങ്ങൾ ഇക്കാലത്ത് നടക്കുകയുണ്ടായി. അതായത് ഈ ആസൂത്രണ വികസനത്തിന്റെ കാലത്ത് നടക്കുകയുണ്ടായി. ഇന്ത്യയിൽ നടപ്പാക്കപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ അബോളിഷൻ ഓഫ് കൊളോണിയൽ സിസ്റ്റം ഓഫ് സെമീന്ദാരി. അതായത് സെമീന്ദാരി സിസ്റ്റം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചതാണ്. സെമീന്ദാരി സിസ്റ്റം ഇല്ലാതാക്കിയതാണ് ഈ പറയുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. So this bold act not only released land from the clutches of a class that had little interest in agriculture, it also reduced the capacity of the landlords to dominate politics. Attempts at consolidation of land. അതായത് ഇന്ത്യയിൽ നടപ്പാക്കപ്പെട്ട ഭൂപരിഷ്കാരങ്ങൾക്ക് 4 ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞ സെമീന്ദാരി സിസ്റ്റം. രണ്ടാമത്തേത് കൃഷിഭൂമിയുടെ ഏകീകരണമാണ്. അതായത് ചെറിയ തുണ്ടുഭൂമികളെ സംയോജിപ്പിച്ച്
വിസ്തൃതമായ കൃഷിയിടങ്ങൾ ഉണ്ടാക്കി കൃഷിയെ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളെയാണ് നമ്മൾ കൃഷികളുടെ ഏകീകരണം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബ്രിങ്ങിങ് സ്മോൾ പീസസ് ഓഫ് ലാൻഡ് ടുഗദർ ഇൻ വൺ പ്ലേസ് so that the farm size could become viable for agriculture were also fairly successful. But the other two components of land reforms were less successful. അതായത് ഈ കൃഷിഭൂമിയുടെ ഏകീകരണം എന്ന് പറയുന്നത്, അതായത് ചെറിയ ചെറിയ ഭൂപ്രദേശങ്ങളെ അല്ലെങ്കിൽ കൃഷിക്ക് യോഗ്യമായ ചെറിയ ചെറിയ പ്ലോട്ടുകളെ ഒന്നാക്കി അവിടെ വലിയ രീതിയിലുള്ള വൻകിട കൃഷികൾ നടത്തുന്നതായിരുന്നു രണ്ടാമത്തേത്. അത് സക്സസ്ഫുൾ ആയി. പക്ഷെ പിന്നീട് വന്ന രണ്ട് കാര്യങ്ങൾ, അതായത് ഭൂപരിധി നിർണയവും കുടിയായ്മ സംരക്ഷണവും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചില്ല. സോ though the laws were made put an upper limit or ceiling to how much agriculture land one person could own, people with excess land managed to evade the law. Similarly, the tenants who worked on some else land were given greater legal security against eviction, but this provision was rarely implemented. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഭൂപരിഷ്കാരത്തിന്റെ ആദ്യത്തെ രണ്ട് മേഖലകൾ, സെമീന്ദാരി സിസ്റ്റം അവസാനിപ്പിക്കുന്നതും കൃഷിഭൂമികളുടെ ഏകീകരണവും വിജയമായിരുന്നു. പിന്നീട് വന്ന കാര്യങ്ങൾ അത്ര വിജയത്തിലേക്ക് എത്തിയില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് അതിൽ ഒന്നാമത്തേത് ഇങ്ങനെയാണ്: ഭൂപരിധി നിർണയം. അതായത് ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന കാർഷിക ഭൂമിയുടെ ഉയർന്ന പരിധി നിർണയിച്ചുകൊണ്ട് നിയമനിർമ്മാണ വ്യവസ്ഥകൾ ഉണ്ടായി. എങ്കിലും അധികമായ ഭൂമി കൈവശമുള്ളവൻ ഈ നിയമത്തിൽ നിന്ന് സമർത്ഥമായി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭൂമിയിൽ പണിയെടുത്തിരുന്ന കുടിയാന്മാർക്ക് ഒഴിപ്പിക്കലിൽ നിന്ന് നിയമപരമായ സുരക്ഷ നൽകിയെങ്കിലും അവർക്കെല്ലാം അപൂർവമായെങ്കിലും അതൊക്കെ നടപ്പാക്കപ്പെട്ടു. കുടിയാന് ലിഖിതമായ രേഖകളൊന്നും ജന്മി കൊടുക്കാത്തതിനാൽ പലയിടങ്ങളിലും ഈ നിയമങ്ങൾ നിഷ്പ്രയോജനമായി തീർന്നു, അതായത് പ്രയോജനമില്ലാത്തതായി തീർന്നു. അതായത് ഇവിടെ നമ്മൾ മൂന്നാമത്തെ ലാൻഡ് റിഫോംസിലെ ഭൂപരിഷ്കരണ നിയമത്തിലെ മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ഭൂപരിധി നിർണയം എന്നാണ്. അതായത് ഒരാൾക്ക് സ്വന്തമായി കൈവശം വയ്ക്കുവാനായി സാധിക്കുന്ന ഭൂമിയുടെ അളവ് തീരുമാനിക്കുക. അതിന് ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് ഭൂമിയിൽ യാതൊരു അവകാശങ്ങളും ഇല്ലാതെ കിടക്കുന്ന കുടിയാന്മാർക്ക് കൂടി ഈ ഭൂമി പതിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. എന്നാൽ വൻകിട ഭൂ ഉടമകൾ നിയമത്തിൻ്റെ നൂൽപ്പഴുതുകളിലൂടെ സമൃദ്ധമായി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന കൃഷിയിടം സംരക്ഷിച്ചു പോന്നു. It was not easy to turn these well-meaning policies on agriculture into genuine and effective action. This could happen only if the rural landless poor were mobilized. But the landlords were very powerful and widened considerable political influence. Therefore, many proposals for land reforms were either not translated into laws, or when made into laws, they remained only on paper. This shows that economic policy is part of the actual political situation of the society. It also shows that, in spite of good wishes of some top leaders, the dominant social groups would always effectively control policy making and implementation. അതായത് വ്യക്തമായ ചില കാർഷിക നയങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു പ്രവൃത്തി ആയിരുന്നില്ല. ഭൂമിയില്ലാത്തവരും ദരിദ്രരുമായ ഗ്രാമീണ ജനതയെ ആക്കിയെങ്കിൽ മാത്രമേ, അവരെ മൊബിലൈസ് ചെയ്തിരുന്നെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ത്യയിലെ ഭൂ ഉടമകൾ വളരെ കരുത്തരായിരുന്നു. അവർക്ക് ഗണ്യമായ രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടായിരുന്നു. അതിനാൽ ഭൂപരിഷ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള പല നിർദ്ദേശങ്ങളും നിയമങ്ങളാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ നിയമങ്ങളായവയാവട്ടെ
കടലാസിൽ മാത്രമായി അവശേഷിക്കുകയും ചെയ്തു. ഉന്നതരായ നേതാക്കന്മാർക്ക് പോലും ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. സമൂഹത്തിലെ മേധാവിത്വ വിഭാഗങ്ങൾ നയരൂപീകരണത്തെയും അതിൻ്റെ നടത്തിപ്പിനെയും സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഇത് തെളിയിക്കുന്നു. അതായത് ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട നിലവിൽ വന്ന നിയമങ്ങളെല്ലാം കടലാസിലേക്ക് ചുരുങ്ങിപ്പോയി. കാരണം ഈ ഭൂ ഉടമകളെല്ലാം വളരെ ശക്തമായ രാഷ്ട്രീയ ബന്ധങ്ങളുള്ളവരായിരുന്നു. നമ്മളെപ്പോഴും കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് അത്ര പരിചിതമല്ലെങ്കിലും ഇന്ത്യയിലെ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഈ രീതിയിലുള്ള ജന്മിമാരും അതുപോലെ തന്നെ അവരുടെ കീഴിൽ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാരും ഉണ്ട് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. സോ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന പുതിയ ഒരു ഭാഗത്തിലേക്ക് പോവുകയാണ്. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഹരിത വിപ്ലവം. ഗ്രീൻ റെവല്യൂഷൻ, ഈ ഹരിത വിപ്ലവം ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണമാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. അതായത് സ്വതന്ത്ര ഇന്ത്യ കാർഷിക മേഖലയിൽ നിരവധി പ്രതിസന്ധികളെ നേരിട്ടു. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിന്റെ വളർച്ചാ നിരക്ക് ഇന്ത്യയിൽ ഒട്ടും കൂടുതലായിരുന്നില്ല. ഭക്ഷ്യവസ്തുക്കൾക്കായി വിദേശ രാജ്യങ്ങളെ ഇന്ത്യക്ക് ആശ്രയിക്കേണ്ടി വന്നു. 1960-കളിൽ രാജ്യത്തെ കാർഷിക അവസ്ഥ അങ്ങേയറ്റം മോശമായി. 1965-നും 67-നും മധ്യേ ഗുരുതരമായ ഭക്ഷ്യ പ്രതിസന്ധിയും ക്ഷാമങ്ങളും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു. ചൈനയുമായും പാകിസ്ഥാനുമായും ഇന്ത്യ നടത്തിയ യുദ്ധങ്ങളാണ് ഈ ഭക്ഷ്യ പ്രതിസന്ധിക്ക് കാരണമായത്. രാജ്യത്തുണ്ടായ കടുത്ത വരൾച്ച അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാണ് ക്ഷാമത്തിലേക്ക് നയിച്ചത്. കൂടാതെ രാജ്യം ഇക്കാലത്ത് വിദേശ വിനിമയ പ്രതിസന്ധിയും നേരിട്ടു. അതായത് 1965-നും 67-നും മധ്യേ അതിൻ്റെ ഇടയിൽ ഗുരുതരമായ ഭക്ഷ്യ പ്രതിസന്ധി ഇന്ത്യയിൽ ഉണ്ടായി. അതായത് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ. 2-3 കാരണങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. ഒന്ന്, ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ 1960-ന് ശേഷം ഇന്ത്യക്ക് ചൈനയുമായിട്ട് യുദ്ധമുണ്ടായി, അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടായി. അതിൻ്റെ കൂടെ തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കടുത്ത ഒരു വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മളെ കൃഷിയിടങ്ങൾ പലതും നാശത്തിലേക്ക് പോവുകയും ഇത് വലിയ ക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. ഇതിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണ പ്രതിസന്ധി രൂക്ഷമായത് ബീഹാറിലായിരുന്നു. അതായത് ഈ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം അതിശക്തമായ ഒരു ഭക്ഷണ പ്രതിസന്ധിക്ക് തന്നെ നേരിടുകയാണ് അവരെ ചെയ്തത്. In the face of the prevailing food crisis, the country was clearly vulnerable to external pressures and depend on food aid mainly from United States. The United States in turn pushed India to change its economic policies. The government adopted a new strategy for agriculture in order to ensure food sufficiency. അതായത് 1960-ലെ നമ്മൾ മുമ്പേ പറഞ്ഞ 1960-കളിലെ ഭക്ഷ്യപ്രതിസന്ധിയെ ഇന്ത്യ നേരിട്ടത് വിദേശത്ത് നിന്നും ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ്. ഭക്ഷ്യവസ്തുക്കൾക്കായി അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നപ്പോൾ ഭാഗ്യമായ സമ്മർദ്ദങ്ങൾക്കും ഇടപെടലുകൾക്കും ഇന്ത്യ വിധേയമായി. അതായത് അമേരിക്കയിൽ നിന്നും നമ്മൾ സഹായം നേടിക്കഴിഞ്ഞപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് നമ്മൾ നിന്നു കൊടുക്കേണ്ടി വന്നു. ഇന്ത്യക്ക് നൽകിയ സഹായത്തെ മുതലെടുത്ത അമേരിക്ക ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തുവാൻ അതിനുവേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഒരു പുതിയ കാർഷിക തന്ത്രം ആവിഷ്കരിക്കുകയുണ്ടായി. ഇൻസ്റ്റെഡ് ഓഫ് the earlier policy of giving more support to the areas and farmers that were lagging behind,
Now it was decided to put more resources into those areas which already had irrigation and those farmers who were already well off. അതായത് കാർഷികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്കും ദരിദ്രരായ കർഷകർക്കും സഹായവും പിന്തുണയും നൽകുന്ന പഴയ നയം ഇന്ത്യ ഗവൺമെന്റ് തിരുത്തി. പകരം ജലസേചന സൗകര്യങ്ങളുള്ള മേഖലകൾക്കും നല്ല രീതിയിൽ ജീവിക്കുന്ന കർഷകരുള്ള പ്രദേശങ്ങൾക്കും കൂടുതൽ വിഭവങ്ങൾ നൽകുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ ശേഷിയുള്ളവരെ സഹായിച്ചാൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഉൽപാദനം ത്വരിതഗതിയിലാക്കുവാൻ കഴിയുമെന്നായിരുന്നു ഗവൺമെന്റിന്റെ കണക്കുകൂട്ടൽ. The argument was that those who already have the capacity could help increase production rapidly in the short run. Thus, the government offered high-yielding variety seeds, fertilizers, pesticides, and better irrigation at highly subsidized prices. അതായത് ഉയർന്ന ഗുണമേന്മയുള്ള വിത്തിനങ്ങളും രാസവളങ്ങളും കീടനാശിനികളും ഗവൺമെന്റ് സഹായ വിലയ്ക്ക് കർഷകർക്ക് നൽകുകയുണ്ടായി. മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങളും മണ്ണ് പരിശോധനാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. കാർഷിക വായ്പകളും അനുവദിച്ചു. The government also gave a guarantee to buy the produce of the farmers at a given price. This was the beginning of what was called the Green Revolution. അതായത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഒരു നിശ്ചിതമായ വിലയ്ക്ക് വാങ്ങാമെന്ന് ഗവൺമെന്റ് ഉറപ്പ് നൽകി. ഇത് ഹരിത വിപ്ലവം എന്ന പുതിയ ഒരു ആശയത്തിനാണ് തുടക്കം കുറിച്ചത്. കാർഷിക രംഗത്ത് അനുകൂലവും പ്രതികൂലവുമായ പ്രത്യാഘാതങ്ങൾക്ക് ഈ ഗ്രീൻ റവല്യൂഷൻ അതായത് ഹരിത വിപ്ലവം തുടക്കം കുറിച്ചു. അപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഇന്ത്യയിൽ ഉൽപാദനം ചെയ്യപ്പെടാതെ വന്ന ഒരവസ്ഥയിൽ കർഷകരെ കൂടുതൽ പരിഗണനയിലെടുത്ത് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് കൂടുതൽ സൗജന്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് അവരുടെ നയപരിപാടികളിൽ മാറ്റം വരുത്തി ആ രീതിയിൽ വരുത്തിയ ഈ മാറ്റത്തിനെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഇവിടെ കൃഷിയെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതായതുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ അല്ലെങ്കിൽ പച്ച എന്ന് പറയുന്ന ഹരിത എന്ന് പറയുന്ന പേര് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. The rich peasants and the large landholders were the major beneficiaries of the process. The Green Revolution delivered only a moderate agriculture growth and raised the availability of food in the country, but increased polarization between classes and regions. അതായത് ഹരിത വിപ്ലവം അതിൻ്റെ പരിണിത ഫലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മിതമായ കാർഷിക വളർച്ചയാണ് കൊണ്ടുവന്നത്. ഗോതമ്പിൻ്റെ ഉൽപാദനമാണ് മുഖ്യമായും വർദ്ധിച്ചത്. രാജ്യത്തെ ഭക്ഷ്യ ലഭ്യത ഇതിലൂടെ ഉയരുകയും ചെയ്തു. കാർഷിക വളർച്ച ഉണ്ടായെങ്കിലും വർഗങ്ങൾ തമ്മിലും പ്രദേശങ്ങൾ തമ്മിലും ഉള്ള അന്തരം വർദ്ധിക്കുന്നതിൽ ഈ ഹരിത വിപ്ലവം ഇടയായി. ഹരിത വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സമ്പന്ന കർഷകരും വൻ ഭൂ ഉടമകളും ആയിരുന്നു. ദരിദ്രരായ കർഷകർക്ക് അതിൻ്റെ ഗുണഗണങ്ങൾ ലഭിച്ചിരുന്നില്ല. സ്വാഭാവികമായും ദരിദ്ര കർഷകരും ഭൂ ഉടമകളും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയാണ് ചെയ്തത്. പ്രദേശങ്ങൾ തമ്മിലുള്ള അന്തരവും വർദ്ധിക്കുകയുണ്ടായി. പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കാർഷികമായ അഭിവൃദ്ധി ഉണ്ടായി. എന്നാൽ മറ്റ് പ്രദേശങ്ങൾ പിന്നോക്കാവസ്ഥയിൽ തന്നെ കിടന്നു. ഹരിത വിപ്ലവത്തിൻ്റെ മറ്റ് രണ്ട് പരിണിത ഫലങ്ങളാണ് ഇനി നമ്മൾ കാണുന്നത്. ഗ്രീൻ റവല്യൂഷൻ ഹാഡ് 2 other എഫക്ട്സ്. ഈ പറയുന്ന ഹരിത വിപ്ലവത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പരിണിത ഫലങ്ങൾ നമുക്ക് കാണാം. One was that in many parts the stark contrast between the poor peasantry
and the landlords produced conditions favorable for left-wing organizations to organize the poor peasants. അതായത് ഒന്നാമതായി ഹരിത വിപ്ലവം ദരിദ്ര കർഷകരും ഭൂ ഉടമകളും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുകയുണ്ടായി. ദരിദ്രരെ സംഘടിപ്പിക്കുവാൻ ഇടതുപക്ഷ സംഘടനകൾക്ക് ഇത് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിക്കൊടുത്തു. സെക്കൻഡ്ലി, the Green Revolution also resulted in the rise of what is called the middle peasant sections. These were farmers with a minimum size holding who benefited from the changes and soon emerged politically influential in many parts of the country. രണ്ടാമതായി ഇടത്തര കർഷക വിഭാഗങ്ങളെ, അതായത് മിഡിൽ പെസൻട്രി ആയിട്ടുള്ള ആൾക്കാരുടെ ഉയർച്ചയ്ക്ക് ഹരിത വിപ്ലവം കാരണമായി. ഇടത്തരം വലിപ്പമുള്ള കൃഷിഭൂമിയുടെ ഉടമകളായ ഈ കർഷകർ കാർഷിക രംഗത്തെ മാറ്റങ്ങളിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. താമസിയാതെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വിഭാഗമായി അവർ വളർന്നു വരികയും ചെയ്തു. സോ ദ ലേറ്റർ ഡെവലപ്മെന്റ്സ്. The story of development in India took a significant turn from the end of 1960s. We will see in the chapter 5 how after Nehru's death the Congress system encountered difficulties. അതായത് 1960കളുടെ അന്ത്യത്തോടെ ഇന്ത്യയുടെ വികസന ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവ് ഉണ്ടാകുകയുണ്ടായി. നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവത്തെ മാറ്റിമറിച്ച ചില പരിഷ്കാരങ്ങൾക്ക് ഇത് തുടക്കം കുറിച്ചു. നമ്മൾ ഇനി വരാൻ പോകുന്ന 5ാമത്തെ ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് വിശദമായ രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി emerged as a popular leader. She decided to further strengthen the role of the state in controlling and directing the economy. അതായത് ഇന്ദിരാഗാന്ധി ഒരു ജനപ്രീതി ആർജിച്ച നേതാവായി ഉയർന്നു വന്ന കാലഘട്ടത്തിലാണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായത്. The period of 1967 onwards witnessed many new restrictions on private industry. 14 private banks were nationalized. The government announced many pro-poor programs. അതായത് സമ്പദ് വ്യവസ്ഥയുടെ മേലുള്ള സ്റ്റേറ്റിന്റെ നിയന്ത്രണം ശക്തിപ്പെടുത്തുവാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു. സ്വകാര്യ വ്യവസായങ്ങളുടെ മേൽ ഗവൺമെന്റ് പുതിയ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. 14 സ്വകാര്യ ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. അങ്ങനെ പൊതുമേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും സ്വകാര്യ മേഖലയെ നിയന്ത്രിക്കുകയും ചെയ്ത അനേകം പരിഷ്കാരങ്ങൾക്ക് 1967 മുതലുള്ള കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. These changes were accompanied by an ideological tilt towards socialist policies. This emphasis generated heated debates within the country among political parties and also among experts. അതായത് ഈ മാറ്റങ്ങളിലും തുറന്നു രൂപീകരിച്ച നയങ്ങളിലും ഗവൺമെന്റ് ഒരു സോഷ്യലിസ്റ്റ് ചായ്വ് പ്രകടിപ്പിച്ചു. അതായത് സമൂഹത്തിന്റെ വിഭവങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്ന പ്രത്യയശാസ്ത്രമായ സോഷ്യലിസത്തിനോടുള്ള ഒരു ചായ്വാണ് ഗവൺമെന്റ് ഇവിടെ പ്രകടിപ്പിച്ചത്. പൊതുമേഖലയ്ക്കും സോഷ്യലിസ്റ്റ് മേഖലയ്ക്കും അല്ലെങ്കിൽ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഇടയിൽ സോഷ്യലിസ്റ്റ് നയങ്ങൾക്കും പൊതുമേഖലയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഗവൺമെന്റ് സമീപനം രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും വിദഗ്ധരുടെ ഇടയിലും ചൂടേറിയ ചർച്ചകൾക്ക് കാരണമായി. However, the consensus for a state-led economic development did not last forever. Planning did continue, but its silence was significantly reduced. അതായത് എന്നാൽ രാഷ്ട്രീയ നിയന്ത്രിതമായ സാമ്പത്തിക വികസനത്തിലുള്ള അഭിപ്രായ ഐക്യം അധികകാലം നീണ്ടുനിന്നില്ല. ആസൂത്രണം തുടർന്നുവെങ്കിലും അതിൻ്റെ പ്രാധാന്യം ഗണ്യമായി കുറയുകയാണ് ചെയ്തത്. Between 1950 and 1980, the Indian economy grew at sluggish per annum rate of 3 to 3.5%. അതായത് 1950 1980 മധ്യേ
ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച മന്ദഗതിയിലായിരുന്നു. അതിൻ്റെ വാർഷിക വളർച്ചാ നിരക്ക് കേവലം 3 മുതൽ 3.5% വരെ മാത്രമായിരുന്നു. ഇത് രാഷ്ട്ര നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിലും പൊതുമേഖലയിലും ഉണ്ടായിരുന്ന പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തുകയുണ്ടായി. In the view of the prevailing inefficiency and corruption in some public sector enterprises and the not so positive role of the bureaucracy in economic development, the public opinion in the country lost the faith in initially praised the many of these institutions. അതായത് പൊതുമേഖലാ സംരംഭങ്ങളിൽ നിലനിന്നിരുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും സാമ്പത്തിക വികസനത്തിൽ ബ്യൂറോക്രസിയുടെ നിഷേധാത്മകമായ പങ്കും പൊതുജനങ്ങൾക്ക് ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടുത്തി. ഇത് സാമ്പത്തിക നയം പുനർപരിശോധിക്കുന്നതിന് ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചു. Such a lack of public faith led the policy makers to reduce the importance of state in India's economy from the 1980s onwards. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ള രാജ്യത്തിൻ്റെ ഇടപെടൽ കുറയ്ക്കുന്നതിനുള്ള ഒരു സമീപനം 1980-കൾ മുതൽ ഗവൺമെൻറ് സ്വീകരിക്കുവാനായി തുടങ്ങി. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ പരിപാടികൾക്ക് ഊന്നൽ നൽകുന്ന ഒരു വികസന തന്ത്രം ഗവൺമെൻറ് പിന്തുടരുവാൻ തുടങ്ങി. അത് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കാണും. ഇപ്പോൾ പ്രിയ കുട്ടികളെ, നമ്മൾ പ്രധാനമായിട്ടും 4-5 കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് പ്ലാൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ, അതായത് ആസൂത്രണ വികസനത്തിൻ്റെ അനന്തരഫലങ്ങൾ, അതിൻ്റെ ഔട്ട്കംസ് ആണ് നമ്മളിവിടെ കണ്ടത്. ഒന്നാമതായി നമ്മൾ അതിൻ്റെ അടിത്തറകളെക്കുറിച്ച് കണ്ടു. സെക്കൻഡ് വൺ ഭൂപരിഷ്കാരങ്ങൾ, അതിൻ്റെ 4 ഘട്ടങ്ങൾ നമ്മൾ കണ്ടു. അതേത് രീതിയിലാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടായതെന്ന് കണ്ടു. അതിനുശേഷം നമ്മളൊരു ഇന്ത്യയിലുണ്ടായ പല കാരണങ്ങൾ മൂലം ഇന്ത്യയിലുണ്ടായ ഒരു ഭക്ഷ്യപ്രതിസന്ധി, അതിനെ തുടർന്ന് വന്ന ഗ്രീൻ റവല്യൂഷൻ, പിന്നീട് വന്ന സംഭവ വികാസങ്ങൾ, ലേറ്റഡ് ഡെവലപ്മെൻറ്റ്സ് തുടങ്ങിയ ഭാഗങ്ങളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് മുമ്പോട്ട് പോയത്. കൃത്യമായ നോട്ടുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. വിശദമായ ക്ലാസ്സുകളിലൂടെ പുതിയ പാഠഭാഗങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം. എല്ലാവർക്കും ആശംസകൾ നേർന്നു. ഓൾ ദ ബെസ്റ്റ് ആൻഡ് എ ഗുഡ് ബൈ.